ഖലീഫ ഇപ്പൊ ജസ്റ്റ് കണ്ടിറങ്ങിയതേ ഉള്ളൂ. തുടക്കം കണ്ടപ്പോൾ ഇതെന്താ സീരിയൽ ലെവൽ ഒരു അപരാധമാണോ എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു തുടക്കം. ഒരു കല്യാണം, അതായത് ഇതിനകത്ത് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടിന്റെ സിസ്റ്ററിന്റെ ഒരു കല്യാണം. അപ്പൊ അത് കണ്ടിട്ട് ആ ഒരു അനീതിയായിട്ട് അഭിനയിച്ച പെണ്ണും അതിന്റെ എക്സ്പ്രഷൻ മൊത്തത്തിൽ അവളുടെ ഡാൻസും ഇതെല്ലാം കണ്ടിട്ട് സീരിയൽ ലെവൽ സാധനം പോലെ തോന്നി. അങ്ങനെ വലിയ പ്രതീക്ഷയില്ല ഇങ്ങനെ ഇരുന്നു. പിന്നെ പടം പതുക്കെ ഇങ്ങനെ പോയി ഫസ്റ്റ് ഹാഫ് ഒക്കെ ഒരു ആവറേജ് ലെവലാണ്. ആക്ഷൻസ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജിന്റെ ഇൻട്രോ കാണിച്ചപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയും വലിയൊരു ഗൂസ് ബംസോ അല്ലെങ്കിൽ അത്രയും വലിയൊരു സംഭവം ഒന്നും നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ കണ്ട് ക്ലീശേ ആയിട്ടുള്ള പൃഥ്വിരാജിന്റെ തന്നെ ഒരു 50 പടങ്ങളിൽ കണ്ടിട്ടുള്ള ടൈപ്പ് ഒരു ഇൻട്രോ. പക്ഷെ ആ ഇടി അടിപൊളിയായിരുന്നു, സ്റ്റണ്ട് അടിപൊളിയായിരുന്നു, ആക്ഷൻ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ പടത്തിന്റെ ടൈറ്റിൽ വീഡിയോ എടുക്കാൻ നോക്കിയിരിക്കുന്ന ആളുകളോട് ഫസ്റ്റ് തന്നെ പൃഥ്വിരാജിന്റെ ഇൻട്രോയിൽ ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റിൽ പൃഥ്വിരാജ് ഒരു ബസ്സിലേക്ക് കയറും. അപ്പോൾ ഫോൺ റെഡിയാക്കി വെച്ചേക്കണം. ബസ്സിലേക്ക് കയറി കഴിയുമ്പോൾ ടൈറ്റിൽ കാണിക്കും ഒരു 2 സെക്കൻഡ് 1 സെക്കൻഡേ കാണിക്കുള്ളൂ. ഞാൻ ആ ഇംഗ്ലീഷ് ടൈറ്റിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ക്യാമറ ഫുൾ ഓൺ ചെയ്ത് വെച്ചിട്ട് പോലും ക്യാമറ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്തപ്പോഴേക്കും അത് പോയി. പിന്നെ മലയാളം ടൈറ്റിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ടൈറ്റിൽ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ആളുകൾ പൃഥ്വിരാജ് ബസ്സിൽ കയറുമ്പോഴേ ക്യാമറ ഓൺ ചെയ്ത് വെച്ചേക്കാം. അങ്ങനെ പോയി. ഇതിനകത്ത് പാട്ട് എന്ന് പറയുന്നത് കൊള്ളാവുന്ന നല്ല പാട്ടെന്ന് പറയുന്നത് ഇപ്പൊ ഹിറ്റായിട്ടുള്ള അസലായവള എന്നുള്ള ആ പാട്ട് തന്നെയാണ്. അപ്പൊ ആ പാട്ട് തന്നെ സിനിമയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഭയങ്കര ശോകമായിട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അത് ആ പാട്ടിന്റെ ബ്യൂട്ടി അങ്ങ് പോകും. പാട്ടിന്റെ തുടക്കം തന്നെ വല്ലാത്ത ഒരു റൊമാൻറ്റിക് പാട്ടും ബോക്സിംഗ് ബാക്ക്ഗ്രൗണ്ടും ഒക്കെ പോലെ കയറി വന്നു. ഞാൻ കൂടുതൽ സംഭവത്തിലേക്ക് പറയുന്നില്ല. ആ പാട്ടിന്റെ പ്ലേസ്മെന്റ് ഭയങ്കര മോശമാണ്. ഒട്ടും ഒരു നല്ല രീതിക്കായിരുന്നില്ല പാട്ടിന്റെ പ്ലേസ്മെന്റ്. പിന്നെ ബാക്കിയുള്ള പാട്ടുകളും എടുത്തു പറയത്തൊക്കെ ആയിട്ടുള്ളൊന്നുമില്ല. പിന്നെ BGM ജേക്സ് ബിജോയ് നല്ല അറിഞ്ഞ് ചെയ്തിട്ടുണ്ട്. BGM നന്നായിട്ട് പടത്തിനെ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് ഇതുപോലെ ഇങ്ങനെ ഒക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു സീരിയൽ ലെവൽ പടം. പിന്നെ കുറച്ചൊന്ന് സീരിയലിൽ നിന്ന് മെച്ചപ്പെട്ട് ഒരു 2016-15 ഇറങ്ങുന്ന ഒരു ലെവലിലേക്കൊക്കെ വന്ന രഞ്ജി പണിക്കറാണ് ഇതിനകത്ത് പൃഥ്വിരാജിന്റെ വാപ്പാടെ ക്യാരക്ടർ ചെയ്യുന്നത്, മോഹിനിയാണ് ഉമ്മയുടെ ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ മാളവിക ശർമ്മ. ഓഫ്കോഴ്സ് പടം റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ ഇത് ചാകാനുള്ള നായികയാണെന്ന് കുറെ പേര് വിധി എഴുതിയിരുന്നു. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. സിനിമയിൽ ക്ലീഷകളൊക്കെ കുറെ ഉണ്ടെങ്കിലും കുറെ ക്ലീഷേഴ്സ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ദ്രൻസ് ഒരു നല്ല ക്യാരക്ടറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തൊരപ്പൻ ബാസ്റ്റിൻ സ്പടികത്തില് പുള്ളി ഇതിനകത്ത് പൃഥ്വിരാജിന്റെ ഒരു കൈക്കാരനായിട്ടുള്ള റോളി വരുന്നുണ്ട്. പിന്നെ സേഡ്ജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അതുപോലെ തന്നെ സഞ്ജു ഷിറാം പൃഥ്വിരാജിന്റെ ഫ്രണ്ട് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ഈ മൂവിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട വില്ലന്മാരെ പറയുമ്പോൾ നീൽ നിതിൻ മുകേഷ് എങ്ങനെ പോലും 10-15 വയസ്സാണ്. പക്ഷെ നമ്മളിപ്പോഴും ആ കത്തി സിനിമയിൽ കണ്ട അതേ ലുക്കിൽ തന്നെ പുള്ളി ഇരിപ്പുണ്ട്. നല്ലൊരു ലുക്കും സ്ക്രീൻ പ്രസൻസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഷമി തിലകൻ വില്ലൻ റോള് വരുന്നുണ്ട്. ഷമി തിലകന്റെ മക്കളായിട്ട് 2 പേര്, അതെല്ലാം വില്ലൻ ഗ്യാങ് ആണ്. പിന്നെ ഈ വില്ലൻ, അതായത് നീൽ നിതിൻ മുകേഷ് അവതരിപ്പിച്ച ക്യാരക്ടറിന്റെ പേര് ഹാരിസ് ബഷീർ എന്നാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇയാളിങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് അമീർ ഹാരിസ് ബഷീർ, പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അമീർ ഹാരിസ് ബഷീർ, ഇത് തന്നെ തുടക്കം മുതൽ അവസാനം വരെ പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്. അത് മാസ് കാണിക്കാൻ ഉദ്ദേശിച്ചാണെങ്കിൽ നല്ല കോമഡിയായിരുന്നു. അങ്ങനെ മൂവി മുന്നോട്ട് പോയി. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരിക്കുമായിരുന്നു. പക്ഷെ ഇന്റർവെല്ലൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് പടം ഒന്ന് ട്രാക്കിൽ കയറി. അപ്പൊ ഇന്റർവെൽ വരെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് തുടക്കം ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം സീരിയൽ ലെവലിൽ തുടങ്ങിയിട്ട് ഇന്റർവെൽ ആകാറായപ്പോഴത്തേക്കും ഒരു ആവറേജ് എഡിറ്റ് കൊടുക്കാം എന്നുള്ള രീതിയിൽ സിനിമയായി. അതിനുശേഷം ഇന്റർവെൽ കഴിഞ്ഞിട്ട് പടം കുറച്ചുകൂടെ ഒന്ന് ട്രാക്കിൽ കയറും. പിന്നെ ജേക്സ് ബിജോയുടെ അടുത്തിറങ്ങി ഹിറ്റായിട്ടുള്ള പാട്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മിന്നൽ വളയാണെങ്കിലും മ്യൂസിക് ഡയറക്ഷൻ ജേക്സ് ബിജോയും, പാടിയിരിക്കുന്നത് സിക്സർ ഗ്രാമാണ്. പാട്ട് ഹിറ്റായെങ്കിലും പടം ഫ്ലോപ്പായി. അതുപോലെ കാട്ടുചമ്പകം നോക്കുകയാണെങ്കിലും ജേക്സ് ബിജോയുടെ ഹിറ്റായ പാട്ടാണ്. അതും പാട്ട് ഹിറ്റായെങ്കിലും പടം കൊള്ളായി. അപ്പം മിന്നൽ വളയുടെ പോകുമ്പോഴാണ് ഇതിനകത്ത് വീണ്ടും വന്നിരിക്കുന്നത് സിക്സർ ഗ്രാമും ജേക്സ് ബിജോയും. അപ്പം പാട്ട് ഹിറ്റാവുകയും ചെയ്തു. അപ്പോൾ പടം ഒരു ഫ്ലോപ്പ് ആവുമോ എന്നുള്ളൊരു ചിന്തയിലൊക്കെയാണ് കയറിയത്. 3 കേമിയാണ് ഇതിനകത്തുള്ളത്. അതിൽ 2 വലിയ കേമിയും ഒരു ചെറിയ കേമിയും. കേമിയോ അവസാനം ഭാഗത്തേക്ക് വന്നപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന പടം ഇങ്ങനെ ആ ഒരു ലെവൽ മാറി പടത്തിന്റെ. അതായത് പൃഥ്വിരാജ് പറഞ്ഞ പോലെ, പൃഥ്വിരാജ് കൃത്യമായിട്ട് പറഞ്ഞു, അതായത് ഈ പടത്തിൽ എവിടെ ആൾക്കാർ കൈയടിച്ചില്ലെങ്കിലും ഒരു സ്ഥലത്ത് കൈയടിക്കുമെന്ന് എനിക്കറിയാമെന്ന് പൃഥ്വിരാജ് പറഞ്ഞു. ആ പറഞ്ഞ കാര്യം അറം പറ്റിയെന്ന് വേണം പറയാൻ. കാരണം ഈ പടത്തിന്റെ വേറെ പോർഷൻസിലെല്ലാം ആൾക്കാർ ഇങ്ങനെ മരണ വീട്ടിരിക്കുന്ന ചത്തു കുത്തിയിരിക്കുകയോ ചുമയ്ക്കുന്ന പോലും ഇല്ല, ഒരു ശബ്ദവും. ആകെ ഒരു കയ്യടി ശബ്ദം കേട്ടത് ഈ പൃഥ്വിരാജ് പറഞ്ഞ ആ ഒരു സ്ഥലത്തും പിന്നെ അത് കഴിഞ്ഞുള്ള ഒരു കേമിയോയിലുമാണ്. അത് 2ഉം അടിപൊളി കേമിയോ ആയിരുന്നു. സെക്കൻഡ് കേമിയോ ഒരു ഹിന്ദി ഞാൻ തരാം. നമ്മുടെ ആനിമൽ മൂവി കണ്ടവർക്കറിയാം. അതിനകത്ത് ക്ലൈമാക്സിലൊരു സാധനം കേമിയോ വരുന്നുണ്ട്. അതുമായിട്ട് നല്ല വിഷ്വൽ മാച്ചുള്ള ടൈപ്പുള്ളൊരു കേമിയോ ആണ് ലാസ്റ്റ് കേമിയോ. അപ്പം അതൊരു നൈസ് സാധനമാണ്. കേമിയോസ് എല്ലാം പടത്തിന്റെ നന്നായിട്ടുണ്ട്. ലാലേട്ടൻ്റെ ലുക്കും മേക്കപ്പും ഒക്കെ ആണെങ്കിലും സാധാരണ പടത്തിൽ കേമിയോ വരുമ്പോഴൊക്കെ പലപ്പോഴും അതിന് ഒരു മോശം അഭിപ്രായം കേൾക്കാറുണ്ടെങ്കിലും ഇതിനകത്ത് അത്യാവശ്യം നല്ല അഭിപ്രായമാണ് കേമിയോയ്ക്ക് ഉള്ളത്. കേമിയോ പടത്തിനെ നന്നായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല കേമിയോ ആണത്. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പുതുമയൊന്നുമില്ല. ഇവർ അവകാശപ്പെടുന്നുമില്ല അങ്ങനെ പുതുമയുള്ള പടമൊന്നും പറയുന്നില്ല. ഒരു കമേഴ്ഷ്യൽ മൂവിയാണ്. കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഫൈറ്റ്സ് എല്ലാം നല്ല അടിപൊളി ഫൈറ്റ്സ് ആണ്. ഫൈറ്റ്സിന്റെ കാര്യത്തിൽ, ആക്ഷന്റെ കാര്യത്തിൽ പൃഥ്വിരാജിന്റെ കാര്യം ഒന്നും പറയണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് ഫൈറ്റ്സ് ചെയ്തിട്ടുണ്ട്. ജിനു എബ്രഹാം, സൂരജ് കുമാർ, സിജോ സെബാസ്റ്റ്യൻ, ഇവർ 3 പേരും കൂടിയാണ് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വൈശാഖാണ് ഡയറക്ഷൻ. വൈശാഖിന്റെ ഡയറക്ഷനെ കുറിച്ച് പറയുമ്പോൾ ആ പുലിമുരുകനോട് കൂടി പുള്ളിയുടെ ആ ഒരു ഓൾമോസ്റ്റ്
പുള്ളിയുടെ കയ്യിലുള്ള മരുന്നൊക്കെ ഓൾമോസ്റ്റ് തീർന്നതാണ്. പിന്നെ വന്ന മധുരരാജയാണെങ്കിലും വലിയൊരു ലെവലിലേക്ക് അത് പോയില്ല. പിന്നെ വന്ന പടങ്ങളെ കുറിച്ച് പറയണ്ട, മധുരരാജ കഴിഞ്ഞ് വന്ന പടങ്ങളെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഖലീഫ വന്നപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു 2016 സ്റ്റൈലിൽ നിന്ന് വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, മോശം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു രീതി തന്നെ മുന്നോട്ട് പോയിരുന്നത് ഞാൻ നല്ല കൂതറ പടം എന്ന് പറഞ്ഞാൽ. ജോമോൻ ടി ജോണാണ് സിനിമാറ്റോഗ്രഫി ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ചമൻ ചാക്കോയാണ് എഡിറ്റിങ്ങും വലിയ കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം സ്മഗ്ലിങ്ങും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ അത്യാവശ്യം ഒരു റിച്ച് ലുക്കുള്ള പടമാണ്. റിച്ച് ഫ്രെയിംസും കാര്യങ്ങളൊക്കെയാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് മൂവി, എൻ്റെ ഒരു വേർഡിക്കിൽ ഒരു ആവറേജ് മൂവി. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ആവുമെന്ന് എനിക്കറിയില്ല. ചിലർക്ക് എബോ ആവറേജ് ആയിട്ട് തോന്നാം, ചിലർക്ക് തീരെ മോശമായിട്ട് തോന്നാം. പക്ഷെ എനിക്ക് എന്തായാലും ഒരു ആവറേജ് മൂവി ആയിട്ട് തോന്നി അവസാനമൊക്കെ എത്തിയപ്പോൾ. അപ്പോൾ ടോട്ടലി കുഴപ്പമില്ലാത്തൊരു പടം, ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റിയ പടമാണ്. പക്ഷെ ഓണം വിന്നർ ആരാണെന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. നാളെ ബെത്ലഹേം കുടുംബയൂൺ റിലീസ് ഉണ്ട്. അത് നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും ഖലീഫയെ തൂക്കും. അത്രയും നല്ല, കാരണം ന്യൂൻ ബോളിയുടെ അത്യാവശ്യം ഒരു എബോ ആവറേജ് റിപ്പോർട്ട് വന്നാലേ ഫാമിലി നന്നായിട്ട് കയറും. സർവ്വമായയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് നമുക്ക് നോക്കി കാണണം എങ്ങനെ വരുമെന്ന്.